റഹീം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഹീം, നോക്കൂ, കുറച്ച് അനധികൃത കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഈ ഫെബ്രുവരി 5 ഒരു വിമാനം, സൈനിക വിമാനത്തിൽ ഇവിടെ എത്തിച്ചപ്പോൾ അവരെ വിലങ്ങണിയിച്ചു കൊണ്ടുവന്നു. അത് വലിയ വിവാദമായി. രണ്ടാമതൊരു വിമാനം വരുന്നത് ഈ നോക്കൂ, US സന്ദർശനം, പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിന് ശേഷം വരുന്ന ഒരു വിമാനമാണ്. അപ്പോൾ മനുഷ്യത്വരഹിതമല്ലാത്ത ഒരു നടപടി അവരുടെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നലെ വന്ന വിമാനത്തിലും ഇതുപോലെ കൈയും കാലും വിലങ്ങണിയിച്ച് മനുഷ്യത്വരഹിതമായ ഒരു നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ് അമേരിക്കയുടെ നിലപാട്. അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും മനുഷ്യാവകാശ ചട്ടങ്ങൾക്കും എതിരാണ്. ഇന്ത്യ എന്ന രാജ്യത്തെ തുടർച്ചയെ അപമാനിക്കുകയാണ്. അതിലുപരി ഇന്ത്യ ഗവൺമെന്റിനും നമ്മുടെ വിദേശകാര്യ വകുപ്പിനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും എന്താണ് ഇതിൽ പറയാനുള്ളത്? ഡ്രം ഈസ് മൈ ഫ്രണ്ട് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യ വിമാനത്തിൽ ഇന്ത്യക്കാരെ അപമാനിതരാക്കി ഇങ്ങോട്ടേക്ക് മനുഷ്യവിരുദ്ധമായി കൊണ്ടുവന്നതിന്റെ പുറകെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോയത് എന്ന് നമുക്കറിയാം. ആ പോയ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ പ്രചാരവേലയായിരുന്നു ഇന്ത്യയിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ക്ഷണിക്കുന്ന രാഷ്ട്രത്തിലെ നേതാക്കളിൽ ഒരു രാജ്യത്തിന്റെ നേതാവായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചിരിക്കുന്നു. അത് ഇന്ത്യക്കുള്ള അംഗീകാരമാണ് എന്ന നിലയിലായിരുന്നു ഒരു വിഭാഗം സോക്കോൾഡ് ദേശീയ മാധ്യമങ്ങൾ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രചരണം നടത്തിയത്. ആ മാധ്യമങ്ങളോട്, നരേന്ദ്രമോദിയോട്, അദ്ദേഹത്തിന്റെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴുണ്ടായ ഈ മനുഷ്യത്വ വിരുദ്ധമായ ഇന്ത്യൻ പൗരന്മാരോടുള്ള കടുത്ത അവഹേളനത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരു കാര്യം വ്യക്തമാണ് ഇക്കാര്യത്തിൽ, ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പും വിദേശകാര്യ നയവും എല്ലാം അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണിത്. ഇന്ത്യയുടെ ശബ്ദം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ത്യയെ അമേരിക്ക പരിഗണിക്കുന്നേയില്ല എന്ന് വന്നിരിക്കുന്നു. ഇന്ത്യയെ ഒരു ഭയവുമില്ല. തിരിച്ചു പറഞ്ഞാൽ ഇവിടെ ഈ സാധുക്കളായ മനുഷ്യരുടെ നെഞ്ചിലേക്ക് ബുൾഡോസർ കയറ്റാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും കാണിക്കുന്ന ഈ നെഞ്ചിന്റെ അളവുണ്ടല്ലോ, ഈ വീതിയുണ്ടല്ലോ, ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നെഞ്ചൂക്ക്, ആ നെഞ്ചൂക്കൊക്കെ അവിടെ ട്രംപിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു ചെറിയ കുഴിയാനയെ പോലെ ആയി പോകുന്നു എന്നുള്ളതാണ്, ദുർബലമായി പോകുന്നു എന്നുള്ളതാണ്. തന്റെ ഇടവും ധൈര്യവും ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തേക്ക് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ആളുകളെ കയറ്റി അയക്കുമ്പോൾ വീണ്ടും അറിയാലോ, വീണ്ടും ഇല്ലീഗൽ മൈഗ്രൻസിനെ അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുവെന്ന് ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഒരു എയർക്രാഫ്റ്റ് അയച്ച് അവരെ എടുക്കാൻ കഴിയാത്തത്? എത്രയോ രാജ്യങ്ങൾ അങ്ങനെ ചെയ്തു. നമുക്കവിടെ ഒരു എംബസി ഇല്ലേ? അവരോട് നയതന്ത്രമായ സംഭാഷണങ്ങൾ നടത്തണ്ടേ? തീർച്ചയായും അത് തന്നെയാണ് ശ്രീ A. റഹീം